കൊഴുക്കട്ടയിൽ ഇത്തിരി വെറൈറ്റി പിടിച്ചാലോ? ഒട്ടും സംശയം വേണ്ട. കിടിലമെന്ന് പറഞ്ഞാൽ കിടിലോൾ കിടിലം. അതാണ് ഐറ്റം. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വെറൈറ്റി കൊഴുക്കട്ടയുടെ റെസിപ്പി ഒന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഏകദേശം 70-80% പഴുത്ത നല്ല വലിയ ഒരു ഏത്തപ്പഴമാണ്. ഇനി ഇതൊന്ന് അവിച്ച് അഥവാ പുഴുങ്ങിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മളിത് ആവിയിൽ വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ചൂട് മാറി തുടങ്ങുമ്പോഴേക്കും തൊലി കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ സ്മാഷറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു വയ്ക്കാം. ഇതിപ്പോ 80% പഴുത്ത പഴമായതുകൊണ്ടാണ് ഈ കാണുന്നത് പോലെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്നത് തന്നെ. മീഡിയം പഴുപ്പുള്ള പഴമാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി ഈ പറഞ്ഞതുപോലെ 80%എങ്കിലും പഴുത്ത പഴം മാത്രമേ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് ഉടച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഉണക്ക തേങ്ങ ചെറുതായിട്ട് നുറുക്കിയത് 4 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. തേങ്ങ അത്യാവശ്യം മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഈ കാണുന്നത് പോലെ തേങ്ങയുടെ കളർ കൂടി നല്ലതുപോലെ ഒന്ന് ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം, 1/2 കപ്പ് നിറച്ച് നമ്മളിവിടെ ശർക്കര എടുത്തിട്ടില്ല. 1/2 കപ്പിന്റെ ഏകദേശം 3/4 ഭാഗത്തോളം മാത്രമേ ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കര തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ശർക്കര ഏതാണ്ടൊന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നേരത്തെ ഉടച്ചു മാറ്റി വെച്ച പഴവും കൂടി ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഈ കാണുന്നത് പോലെ ശർക്കരയും പഴവും തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടം ആരംഭിക്കുകയായി. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഈ അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെയൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിലും മാറ്റം വന്നേക്കാം കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ വെള്ളമൊക്കെ ചേർത്ത് മാവ് ഏതാണ്ട് ഒരു സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി ഇങ്ങനെ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളയുടെയും നടുവിലായി തള്ളവിരൽ കൊണ്ട് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് ഏതാണ്ട് ഒരു കിണ്ണം മാതിരി ഒന്ന് പരത്തിയെടുക്കാം. തീരെ അങ്ങ് പരന്നു പോകരുത്, അങ്ങനെയാണെങ്കിൽ മാവ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരല്പം കട്ടിയോടുകൂടി തന്നെ ഈ കാണുന്ന രീതിയിൽ പരത്തി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുവിലായി നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ തന്നെയും ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് പൊട്ടാതെ നല്ല രീതിയിൽ പൊതിഞ്ഞ് ഉരുട്ടിയെടുക്കാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അമ്മയെ അടുക്കളയിൽ വിടാതെ പിന്തുടരുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി, അമ്മ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ ചെയ്യും. എന്താല്ലേ? എന്നാ പിന്നെ അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് ഈ ഉരുളകളെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആദ്യം നമ്മളിവിടെ ഒരു 4 എണ്ണം മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അത് വളരെ ചെറുതാണ്. അതുകൊണ്ട് 4 എണ്ണം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ആവി കയറ്റി നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞു. കൊഴുക്കട്ടയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. കൊഴുക്കട്ടയുടെ പല പല വെറൈറ്റീസുകൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇമ്മാതിരി ഒരു വെറൈറ്റി ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.